പിതാവിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ്. ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ തന്റെ സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ ഞെട്ടി ഉണർന്ന് പരിഭ്രമിച്ച് പോയി. ക്രിസ്ത്യാനി സഭയുടെ അമരക്കാരെ പ്രധാനി സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഗവൺമെന്റ് ഭദ്രാസനാധിപനായിരുന്ന സത്യവിശ്വാസത്തിന്റെ പോരാളിയായിരുന്ന ഈ നാടിന്റെ പ്രിയപുരനായിരുന്ന അതുകൊണ്ട് മർക്കോസ് തിരുമനസിലെ ഭൗതിക ശരീരവും നോക്കിക്കൊണ്ടുള്ള നഗര കാണിക്കൽ ഇന്ന് രാവിലെ മണർകാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച സുറിയാനിപ്പള്ളിയോട് യാത്ര ചോദിക്കുന്നത് അഭിമന്യ തിരുമനസിന്റെ ഭൗതിക ശരീരം ഞങ്ങളെ പഠിപ്പിച്ച് ഇരുപത്തിയെട്ട് വർഷക്കാലം ദിവ്യബലിയർ
Right or wrong, but what I stand for is right. I stand for it by any of it. തങ്ങളുടെ പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ താൻ അന്ത്യ ശുശ്രൂഷ നടത്തിയ ആ ഇടവക ജനങ്ങൾ കണ്ടമിടറിട്ടുണ്ട് കണ്ണുനീരത്തിൽ മക്കൾക്കുള്ളതേറെ പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രേഷ്ഠ സഭയുടെ ശ്രേഷ്ഠപിതാവ്
അങ്ങ് സമാധാനകാലം അന്ത്യോഗ്യമലങ്കരത്തിന്റെ കാവൽകലാവ് ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യനും അഭിമന്യ പിതാവുമായ മർക്കോസ് മാർ കുറിലോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൂടിയ വിലാപയാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. താൻ സ്നേഹിച്ച് തന്നെ സ്നേഹിച്ച് തന്റെ അധികാരങ്ങളോട് യാത്ര യോജിച്ചുകൊണ്ട് അഭിമന്യ തിരുമനസ്സിന്റെ ഇതോടുകൊണ്ടും സംരക്ഷിച്ച പുണ്യവാനായ പിതാവിന്റെ ഭൗതിക ശരീരവുമായി പങ്ങട എന്ന ഈ ചെറുഗ്രാമത്തിലെ നിങ്ങളറിവില്ലാതെ എന്നെ സ്നേഹിച്ചു. നിങ്ങളുടെ ഈ മണ്ണില് ഒരു ഭൂമി തിരഞ്ഞെടുത്തു. ആ ഭൂമിയില് ഇന്നടക്കം ചെയ്യുമ്പോൾ മോഹനിക്കുക. നിങ്ങളുടെ ഈ ആചാര്യനെ തന്നെ അയച്ച പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. വാത്സല്യ മക്കളെ, നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ ആചാര്യനെ തന്നെ അയച്ച പിതാവിന്റെ യാത്രയാവുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതി അമ്മയ്ക്ക് വേണ്ടി കുറാസിന ഈ കുരിശടിയോട് പുണ്യപ്പെട്ട പിതാവ് യാത്ര ചോദിക്കുകയാണ്. എന്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ സമാധാനത്തോടെ വസിക്കുക. നിങ്ങളുടെ ആചാര്യനെ തന്നെ അയച്ച പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുകയാണ്. കഴിഞ്ഞ 28 വർഷക്കാലം പങ്ങടെ എന്ന ഈ ദേശത്തെ നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ഈ പിതാവിന് കഴിഞ്ഞുവെങ്കിൽ വാത്സല്യ മക്കളെ, നിങ്ങൾ സമാധാനത്തോടെ വസിക്കുക. നിങ്ങളുടെ ഈ ആചാര്യനെ തന്നെ അയച്ച പിതാവിന്റെ സന്നിധി നിന്നെ സ്തോത്രം ചെയ്യുവാൻ നിന്റെ വാഗ്ദാനം എന്റെ ബന്ധനങ്ങളിലേക്ക് മാറാമേ. എന്റെ ആലോചന മുഴുവനും ഓരോ പൂജ്യങ്ങളും തേടി നടന്നു അവ ഭക്ഷിച്ചു കുടിച്ച് മതിക്കാമെന്നോർക്ക് ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഞങ്ങളുടെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പുണ്യവാനായ പിതാവിന്റെ
ഭൗതിക ശരീരം പള്ളിയകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിന്മേൽ വയ്ക്കപ്പെടുകയാണ്. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തിയിട്ട് പരിശുദ്ധ പാത്രിക്ക് Amen.
name. By the grace of your children, Reverend clergy, and all the faithful of our Holy Syrian Orthodox Church in India. We are deeply grieved to know about the sad demise of our beloved Metropolitan, His Grace Kyrillos Markos of our Neriman Diocese in India. May God bless His Grace's soul. In His Grace's demise, we have lost a valiant defender of the Holy Apostolic faith and sacred traditions of our Holy Syrian Orthodox Church of Antioch. When Syrian at our Malankara Syrian Orthodox Theological Seminary in Mulathuruthi, Kerala for many years. His Grace's demise is an irreparable loss, especially to our Holy Church in India. Blessings to you. May the grace of God be with you all. ഈ മക്ബഹായിൽ നിൽക്കുന്ന അംശവസ്ത്രം ധരിച്ച വൈദികർ 2 വർഷത്തേക്ക് തിരിഞ്ഞു നിൽക്കണം. തിരുമേനി കൽപ്പിച്ച് പ്രസംഗിക്കുന്നത് കാണുവാൻ കേൾക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികർ 2 വർഷത്തേക്ക് മാറി നിൽക്കണം. അഭിനന്ദ പിതാക്കന്മാരായ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട കോറബിസ്കോപ്പ അച്ഛന്മാരെ, വൈദികരെ, ശമാശന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോവുകയാണ്. അഭിനന്ദ ബെന്യാമിൻ മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഈ പരിശുദ്ധ സഭ വീണ്ടും ദുഃഖകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അലംഘനീയമായ തീരുമാനത്തിന് കീഴ്വഴങ്ങുന്നു, ദൈവത്തെ അനുസരിക്കുന്നു. അഭിനന്ദ മർക്കോസ് മാർ കുറിലോസ് തിരുമേനിയുടെ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിച്ചുവെന്ന് അവിടത്തേക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ നമ്മിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ കഴിഞ്ഞ 30-ലധികം വർഷക്കാലമായി മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നതായ ഒരു ആധ്യാത്മിക പ്രകാശമായിരുന്നു അഭിനന്ദ പിതാവായ മർക്കോസ് മാർ കൂറിലോസ് തിരുമനസ്സുകൊണ്ട് പഠിക്കണമെന്നുള്ളതായ തിരുമേനിയുടെ ആഗ്രഹവുമായിരുന്നു. ആ രംഗത്തേക്ക് അഭിനന്ദ തിരുമേനിയായ കാലഘട്ടം മുതൽ തന്നെ പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്തു. ഇന്ന് മലങ്കരയുള്ളതായ ഏതാണ്ട് ഒരു 50% വൈദികരോളം തിരുമേനിയുടെ ശിഷ്യന്മാരാകുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സുറിയാനിയുടെ ഒരു ജീവിതകാലത്തിലെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നതായ സഭയുടെ വൈദിക സെമിനാരിക്ക് വേണ്ടി ആ സെമിനാരിയിൽ പ്രവർത്തിക്കുന്നതായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അച്ഛനും അതുപോലെ തന്നെ റെസിഡന്റ് മെത്രാപ്പൊലീത്തമാർക്ക് വേണ്ടിയും എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള എല്ലാ രംഗങ്ങളിലും വിശ്വാസ തീഷ്ണതയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതായ ഒരു സംഗതിയാകുന്നു. ഏറ്റവും പ്രധാനമായി പറയുവാനുള്ളത്, ഈ സഭ അതിഭയങ്കരമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്നതായ സമയത്ത് ഈ വിശ്വാസത്തിൽ തീഷ്ണതയോടുകൂടെ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതിചലിക്കുവാതെ മറ്റുള്ളവർക്ക് മാതൃകായോഗ്യമായി തിരുമനസ്സുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ സഭയുടെ തിരുമേനിയുടെ വിശ്വാസ തീഷ്ണത വളരെയേറെ സുപ്രസിദ്ധമാകുന്നു. ഏത് പ്രതിസന്ധിയിലും ആ പ്രതിസന്ധിയെ നർമ്മബോധത്തോടുകൂടി അതിനെ വളരെയേറെ സംയമനത്തോടുകൂടി സമചിത്തതയോടുകൂടി നേരിടുന്നതിനുള്ളതായ തിരുമേനിയുടെ കഴിവ് മറ്റുള്ളവർക്കൊക്കെയും മാതൃകയായിരിക്കുന്നു എന്നുള്ളത് പ്രസ്താവിക്കുന്നതിന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാകുന്നു. പറയുവാനുള്ളത്, അഭിനന്ദ തിരുമനസ്സുകൊണ്ട്
ചുമതല വഹിച്ചിരുന്നതായ തെക്കൻ ഭദ്രാസനങ്ങളുടെ സന്നിധിയാകുന്നു. തിരുമേനി മെത്രാപ്പൊലീത്തായി ചുമതലയേറ്റ് വാഴ്ചയേറ്റ് തിരിച്ചു വന്നതായ സമയത്ത് കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനങ്ങൾക്ക് ഒരു മെത്രാപ്പൊലീത്ത സ്വന്തമായി ഇല്ലാതിരിക്കുന്നതായ സമയമായിരുന്നു. ആ സമയത്ത് അഭിനന്ദന്മാർ തീമോത്തിയോസ് തിരുമേനിയുടെ സഹായകനായി സഹായ മെത്രാപ്പൊലീത്ത എന്നുള്ളതായ നിലയിലും തുടർന്ന് ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ളതായ നിലയിലും ഏറ്റവും സുത്യരസമായി ആ ഭദ്രാസനങ്ങളെ മേയിച്ച് ഭരിച്ചു എന്നുള്ളത് ആ ഭദ്രാസനത്തിലെ ദൈവമക്കള് ഈ അവസരത്തിൽ ഓർക്കുന്നു. ചില സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, സുറിയാനി നമസ്കാരം നടക്കുന്നതായ 2 സ്ഥലങ്ങള് ഈ സഭയില്, ഒന്ന് മഞ്ഞിനിക്കര ദേറായം, ഒന്ന് അടൂർ ദേറായം ആകുന്നു. സുറിയാനി നമസ്കാരത്തോട് സുറിയാനി ഭാഷ കൂതാശകളിൽ ഉപയോഗിക്കുന്നതിനോട് തിരുവേനിക്കുള്ളതായ താല്പര്യമാകുന്നു അത് വ്യക്തമായും വെളിവാക്കുന്നത്. സിസ്റ്റേഴ്സിനൊക്കെയുള്ള സഹോദരി സഹോദരന്മാരെ, സുറിയാനി സഭയുടെ വലിയ മഹാഭാഗ്യമായിരുന്നു അഭിനന്ദനായ തിരുമേനി. ഏകദേശം 25 വർഷക്കാലത്തോളം അദ്ദേഹം വൈദികരെ അഭ്യസിപ്പിക്കുകയും സഭയുടെ ഏറിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അഭിനന്ദനായ മാത്യൂസ് ഒരുമിച്ചാണ് സിംഹാസനത്തിൽ നിന്നും മെത്രാപ്പൊലീത്തമാരായി സഭയിലെ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ പാത്രികർഗീസ് ബാവ അവരെ നിയോഗിച്ച് അയച്ചത്. കൊല്ലം, നെരുണം, തുമ്പമൺ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തയായി വളരെ പ്രശസ്തമായ സേവനം അഭിമന്യ തിരുമേനി അർപ്പിച്ചതിനെ കുറിച്ച് നന്ദിയോടുകൂടി മെലിത്തോസ് തിരുമേനി ഓർപ്പിക്കുകയുണ്ടായില്ല. തിരുമേനി ദീർഘമായ നഗരി കാണിക്കലോ മറ്റ് ക്രമീകരണങ്ങൾക്കോ ഒന്നും പോകരുത് എന്ന് ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെയും പശ്ചാത്തലത്തിലും ഒക്കെയാണ് ഇവിടെ കബറടക്കേണ്ടതുള്ളതും ഒക്കെയാണ് അപ്രകാരമുള്ള ഒരു ആഗ്രഹം അവിടെ സ്വീകരിക്കാൻ സാധിക്കാതെ പോയത്. ഇടവകയുടെയും ചുമതല പരിശുദ്ധ പത്രികീസ് ബാവ തിരുമനസ്സുകൊണ്ട് അഭിനന്ദനായ തിരുമേനിയെ ഏൽപ്പിച്ചിരുന്നു. ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് തിരുമേനിയെ ആ ഇടവക കണ്ടിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിലുള്ള ഒത്തിരി മാതൃകാപരമായ ഇടവകയുടെ മെത്രാപ്പൊലീത്തയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ ഇടവകയെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. കുവൈറ്റിലുള്ള അമേരിക്കയിലെ ജനങ്ങൾ തിരുമേനിക്ക് ആ അടിയന്തര സന്ദർഭത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. എപ്പോഴും തിരുമേനി നന്ദിയോടുകൂടി മാത്രമേ അമേരിക്കൻ ഭദ്രാസനത്തെയും അവിടുത്തെ സംവിധാനത്തെയും ഓർത്തിട്ടുള്ളൂ. അഭിനന്ദനായ ദരിദ്രയിലും ദുഃഖത്തിലുമാണ്. തിരുമേനിയുടെ ഫോട്ടോ വെച്ച് പ്രത്യേകമായ ശുശ്രൂഷകൾ നടത്തി അവിടെയുള്ള മെത്രാപ്പൊലീത്തമാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ സഭയ്ക്ക് വേണ്ടിയും ഈ തിരുമേനിക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായും ടെലിഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് അറിയിക്കുകയുണ്ടായി. ബാക്കി കേരള ഭദ്രാസനത്തിൽ പ്രത്യേകിച്ചും ഭിലായി പള്ളിയിൽ തിരുമേനി ഒത്തിരി കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭിലായി ഇടവകയിലെ ഷെവലിയാർ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഭിലായി പള്ളിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കട്ടെ. ാനോ അവസരം കൊടുക്കാത്തതിൽ പരിഭവമുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടി അനുശോചനവും ദുഃഖവും ഒക്കെ നമ്മളിവിടെ പങ്കിടുന്നു. TM ജേക്കബ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്യാമറ താത്ത് പിടിച്ച് ക്യാമറ താത്ത് പിടിച്ച് അറിയിച്ചു വയ്ക്കുന്നത് താഴ്ത്തത് നടന്നുകൊള്ളു. വർഷങ്ങളായി തിരുമേനിയുടെ ഇടത്തും വലത്തും മുൻപിലും പിമ്പിലും നിന്നു. ഈ നാളുകളിൽ ഷാജി അച്ഛന് നിഴൽ പോലെ നിന്നു. സഭയ്ക്ക് ബഹുമാനപ്പെട്ട മത്തിയാസനോടും ഷാജി അച്ഛൻ തുടങ്ങിയ മറ്റുള്ളവരോടും എന്തെന്നില്ലാത്ത വലിയ കടപ്പാടുണ്ട്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, സഭയുടെ ഭാരവാഹികൾ ആരെന്ന് സംസാരിക്കുന്നില്ല.
സഭയുടെ വീരപുത്രനായ മുൻ മന്ത്രി ശ്രീമാൻ TN ജേക്കബ് ഇവിടെ നിൽക്കുന്നുണ്ട്. വിലായിലെ ആളുകൾ വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ബഹ്റൈനിലെ ഉണ്ട്, കുവൈറ്റിലെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആരും ഇപ്പോൾ അനുശോചന പ്രസംഗം നടത്താനായിട്ട് സൗകര്യമില്ല. ഇവിടുത്തെ പ്രത്യേക ചുറ്റുപാടുകൾ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. സെക്രട്ടറി തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, പത്രികാ സെന്ററിൽ തിരുമേനിയെ കൊണ്ടുപോയേ മതിയാകൂ എന്ന് സഭാ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും സംസാരിച്ചതാണ്. പക്ഷെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിരണം ഭദ്രാസനം തുടങ്ങി എല്ലാവരും മാറിക്കൊടുക്കുകയായിരുന്നു. ഈ സഭ ഇനി പറയാൻ പോകുന്ന വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സഭ ദൈവത്തിന്റെ കൃപയിലാണ് ഇപ്പോൾ വളരുന്നത്. യേശുക്രിസ്തു അടിസ്ഥാനമായ സഭയിൽ പത്രോസ്ലീഹ പണിതുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണ് പണിയുന്നത്, വൈദികരാണ് പണിയുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് ഈ സഭ പണിയപ്പെടുന്നത്. എന്നാൽ അഹങ്കാരികളും ധിക്കാരികളുമായ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. അത് സഭയ്ക്ക് ദോഷം ചെയ്യും. ഇന്നത്തെ വിലാപയാത്രയിൽ അത് വ്യക്തമായി. ഞാനിപ്പോൾ ഇത്രയുമേ പറയുന്നുള്ളൂ. അത് ആ വിധമായ ധിക്കാരത്തിൽ കൂടെ അഹങ്കാരത്തിൽ കൂടെ ഈ സഭ വളരുകയില്ല. ഈ സഭ വളരുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. എല്ലാവരും ഓർത്തുകൊള്ളണം. ഇടർച്ചകൾ വരാതിരിക്കുന്നത് നല്ലത്. ആറ് മുഖാന്തരം വന്നുവോ ആ മനുഷ്യന് കഷ്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അത്രയുമേ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. തിരുമേനിയുടെ നിര്യാണത്തെ പ്രതി ദുഃഖാചരണം നടത്തുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാര ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജശക്തിയെ മഹത്വം നൽകുന്നു. നിനക്ക് സമാധാനം. സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശത്രുവിനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും വന്ന സമയത്തും ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.
അഗ്നിമേന്മാരായ ശുശ്രൂഷകരാൽ പൗരവിദ്യാസേവനം ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യനും മണ്മേരും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് നിന്റെ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്ക് നേരത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലമയോ ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശുമിശിഹ മലിനശുദ്ധരമായ നിയമങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്ധ്യ സന്ധ്യാസമയത്തും പ്രഭാത സമയത്ത് ശുശ്രൂഷ അനുഷ്ഠിച്ച ഉത്തമ നടപടികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിരുന്ന ഞങ്ങളുടെ സഹോദരനായ ഈ ശ്രേഷ്ഠാചാര്യന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ന്യായവിധിയിലേക്ക് ഉപദേശങ്ങളാകുന്ന പുൽമാരിയിൽ മേയ്ക്കുകയും ജീവദായകങ്ങളായ നിന്റെ കുദാശ അനുഷ്ഠിക്കുകയും ചെയ്ത ഈ മഹാപുരോഹിതന്റെ ആത്മാവിന്റെ ആശ്വാസകരവും നീതീകരവുമായ അനുഭവം നൽകണമേ. നീതിമാന്മാർക്കുള്ള സന്തോഷകരമായ പ്രതിഫലത്തിന് ഉത്സാഹികളായ വേലക്കാർക്കുള്ള കൂലിക്കും അന്ത്യന്യായ വിധിയിൽ ഇവനെ അർഹനാക്കണമേ. നിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരായ മോശയോടും അഹരോനോടും കൂടെ ഇവനെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. ഓരോ ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തപ്പെടുവാൻ അവൻ ഇച്ഛിച്ച നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കെട്ടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയിരിയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തുപോവുകയും ചെയ്യും. പാരുമുളച്ചു വരക്കുന്നു
സ്തുതികളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നീതിക്ക് നിർമ്മതരായുള്ളത് വീൺ പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജിക്കാട്ട് പറയുന്നു, പക്ഷെ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നെന്നും ചോദിച്ചേക്കാം. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തുകാരനിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ ഒരു മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ ഒരു ശരീരവും ഓരോ വിത്തിന്റെ അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതത്തെ ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേത് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യനാകട്ടെ സ്വർഗത്തിൽ നിന്നുള്ളവനാകുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. ആമേൻ. സഹായ സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്കായ യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തന്റെ യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യമത്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിക്കുകയും അവന്റെ അവകാശം കപടഭക്തിക്കാരുടെ കൂട്ടത്തിലാകുകയും ചെയ്യും. അവിടെ കരച്ചിലും ബലിയുടെ ഉണ്ടാകും. ഇവിടുത്തെ ഗവൺമെന്റിനോട് ഒത്തിരി കിടപ്പാടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞായറാഴ്ച വന്ന് തിരുമേനിയെ സന്ദർശിച്ച് കുശലപ്രശ്നം നടത്തി. ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ വന്ന് അനുശോചനം അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA-മാര് ബന്ധപ്പെട്ടവരെല്ലാം ഇന്നലെ UDF കൺവീനറും ഒക്കെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും വേണ്ട ഒത്താശകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സഭയുടെ പേരുപുത്രനായ ശ്രീമാൻ TN ജേക്കബ് മുൻ മന്ത്രി ഇന്നലെ ആശുപത്രി മുതൽ നിഴൽ പോലെ ഞങ്ങൾ കൂട്ടായിട്ട് പരിശുദ്ധ എപ്പിസ്കോപ്പൽ ദിവസം കൂടി എല്ലാവരെയും ഓർക്കുന്നു. തിരുമേനിയുടെ മാതാവ് ജീവിച്ചിരിക്കുന്നു. അവരുടെ മുമ്പിൽ, ബന്ധുമിത്രാദികളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ വളരെ വിനയപൂർവ്വം അനുശോചനം വെളിപ്പെടുത്തുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വന്ന അനുശോചനം വെളിപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും, പ്രത്യേകിച്ച് കോട്ടയത്തോട് ബന്ധം കേന്ദ്രീകരിച്ചുള്ള എല്ലാ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും വന്ന അനുശോചനം വെളിപ്പെടുത്തുക മാത്രമല്ല ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് അനുഗ്രഹിച്ചു, സഹായിച്ചു. നന്ദിയോട് സ്മരിക്കുന്നു. ലുത്തിനിയ വായിച്ചു. എല്ലാവരും ദുഃഖത്തോടെ ലഭ്യമായതുകൊണ്ട് ദൈവത്തിന്റെ പ്രീതികരമായ ശബ്ദത്തിൽ അപേക്ഷിക്കുന്നു. തന്റെ പരിശുദ്ധ പുരോഹിതന്മാരുടെ ആത്മാക്കളെ ആനന്ദകരമായ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയ കാരുണ്യവാനായ കർത്താവേ, വെടിപ്പോടെ അനുഷ്ഠിച്ച മഹാപുരോഹിതന്റെ ആത്മാവിനെ
കഴിഞ്ഞൂർ പുത്രന്മാരുടെ സമയം നിന്റെ വത്സന്മാരുടെ വാസസ്ഥലങ്ങളിൽ വസിപ്പിച്ചുകൊള്ളണമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിന്നെ വിശ്വശ്രമോ ചൊല്ലുന്നതിൽ സഹായിക്കുകയും അതിന്റെ മലയാളം ആവർത്തി ചൊല്ലുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചുകൊള്ളണം. ജീവിത സംഘേ നാഥനെ മോദൽ പരിശുദ്ധമായ സമാധാനത്തോടെ വസിക്കുക. ദൈവത്തിന്റെ പുരോഹിത സമാധാനത്തോടെ പോവുക. ഞാൻ സമാധാനത്തോടെ വസിക്കുക. അലങ്കാരമായുള്ളവയെ സമാധാനത്തോടെ പോവുക. പരിശുദ്ധാനുഷ്ഠാനനായ പ്രധാനാചാര്യ അവിടുന്ന് സമാധാനത്തോടെ പോയാലും പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ സമാധാനത്തോടെ വസിക്കുക. പരിശുദ്ധ പുരോഹിത സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വസിപ്പിൻ. സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ തലവന്മാരെ സമാധാനത്തോടെ വസിക്കുക.